എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. വീട്ടിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ അടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. അത് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്റ് ബംഗാൾ അടുത്ത സീസണിലേക്കായി ഇപ്പോൾ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോൾ അതിന് മുന്നോടിയായി അവർ ഒരു ഗോൾ കീപ്പറിനെ അവർക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരുടെ ഗോൾ കീപ്പിംഗ് വളരെ മോശമായിരുന്നു. അതിനൊരു അറുതി വരുത്താൻ തന്നെയാണ് അവരിപ്പോൾ പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ചെന്നൈ എഫ്.സിയുടെ ഫസ്റ്റ് ഗോൾ കീപ്പറായ ദേവ്ജിത്ത് മജിന്ദറിനെയാണ് അവരിപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് ബെർഗുഡോയാണ്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ദേവ്ജിത്ത് മജിന്ദർ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം. ഇനി അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിൽ നോവ സദോയി എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ നോവ സദോയി എന്നായിരിക്കും കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ നോവ സദോയി ഇപ്പോൾ FC ഗോവ എന്നാണോ ISL നിന്ന് പുറത്താകുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ സെമിഫൈനൽ ഫസ്റ്റ് മത്സരത്തിൽ FC ഗോവ പുറത്തായിരുന്നു. ഇനി അവരുടെ സെക്കൻഡ് ലെഗ് മത്സരം വരുന്നത് ഏപ്രിൽ 29 അന്നും അവർ പുറത്താവുകയാണെങ്കിൽ, അന്ന് തോറ്റാൽ പുറത്താകും. അന്ന് പുറത്താവുകയാണെങ്കിൽ FC ഗോവ ISL നിന്ന് തന്നെ പുറത്താകും. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നോവ സദോയി കേരളത്തിലേക്ക് എത്തും. ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്കായിരിക്കും എത്തുക. ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാറിൻ്റെ ഒരു കാര്യത്തിൽ ധാരണയിലെത്തിയിട്ട് കരാർ ഒപ്പൊക്കെ വെച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിലായിരിക്കും നോവ സദോയി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. താരത്തിൻ്റെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ബാഗും ഒക്കെ കൊച്ചിയിൽ വെച്ച് ഒരു ബ്ലാസ്റ്റേഴ്സുമായി ധാരണയുണ്ടാക്കി കരാറിലൊക്കെ ഒപ്പിട്ടിട്ട് താരം നാട്ടിലേക്ക് മടങ്ങും. അതിനുശേഷം അടുത്ത സീസണിലായിരിക്കും താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുക. എന്തായാലും നോവ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്.